ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക വരട്ടിയതാണ്. ചക്ക വരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പഴുത്ത ചക്കന് വേണ്ടത്. അത് പഴച്ചക്ക ആയാലും മതി, ഏത് ചക്ക ആയാലും വിരോധമില്ല. അതിനുവേണ്ടി ഒരു ചക്ക നന്നാക്കി കുരുവൊക്കെ കളഞ്ഞ് രണ്ടാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുക്കറിലിട്ട് വേവിക്കാം. വേവിക്കുമ്പോൾ കുറച്ച് ശർക്കരയും കൂടി ഇട്ട് വേവിക്കണം. ഈ ചക്കയ്ക്ക് ഇത്തിരി മധുരം കുറവുണ്ട്, അപ്പം ഞാൻ 4 അച്ച് ശർക്കര ഇടുന്നുണ്ട്. നല്ല മധുരമുള്ള ചക്കയാണെങ്കിൽ 2 അച്ച് ശർക്കരയൊക്കെ ഇട്ടാൽ മതിയാവും. ഇനി അതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് വേവിക്കാൻ വയ്ക്കാം. 2-3 വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്യാം. വേവ് ഇത്തിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല, നല്ലോണം വേവേണ്ടതാണ്. ചക്ക മിക്സിയിലിട്ട് അടിച്ചെടുത്താലും മതി, അപ്പോൾ പിന്നെ കുക്കറിലിട്ട് വേവിക്കണം എന്നില്ല. ഏതെളുപ്പമെന്ന് വെച്ചാൽ അത് ചെയ്യാം. ഇനി വേവിച്ച ചക്ക ഒരു ഉരുളിയിലേക്ക് ഇട്ടിട്ട് വരട്ടിയെടുക്കണം. അതിനുവേണ്ടി അടപ്പത്ത് വയ്ക്കാം. ഇത് വരട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് സൗകര്യമുള്ള ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനെപ്പോഴും ഉരുളിയിലാണ് ചെയ്യാറ്. ഇതിൽ വെള്ളമുണ്ട്. ഈ വെള്ളം വറ്റണ വരെ നല്ലപോലെ തീ കത്തിച്ച് അത് വറ്റിച്ചെടുക്കാം. ഈ വെള്ളം വറ്റണ വരെ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇതൊക്കെ ഉണ്ടാകുമ്പോൾ എപ്പോഴും അടികട്ടിയുള്ള പാത്രങ്ങളാണ് നല്ലത്, അല്ലെങ്കിൽ പെട്ടെന്ന് അടിക്ക് പിടിക്കുകയും ചെയ്യും, കരിയുകയും ചെയ്യും. പിന്നെ ഈ സമയത്ത് ചക്കയിൽ മധുരം നോക്കിയിട്ട് മധുരം പോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. മധുരമൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിനിടാം. ചിലർക്ക് മധുരം കൂടുതലുള്ളതായിരിക്കും ഇഷ്ടം, അപ്പോൾ അതിനനുസരിച്ച് ഇടാം. ഈ ചക്ക വരട്ടണയിൽ നാളികേരപ്പാൽ ഒഴിച്ച് വരട്ടാം കേട്ടോ, നല്ല ടേസ്റ്റായിരിക്കും. ഞാനിപ്പോൾ നെയ്യ് ഒഴിച്ചിട്ടാണ് വരട്ടണത്. പിന്നെ ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ചക്ക വേവിച്ചത് ഈ പാത്രത്തിലും വേണമെങ്കിൽ എടുത്ത് വെക്കാം കേട്ടോ, ഫ്രിഡ്ജിൽ വെക്കണമെന്നേ ഉള്ളൂ. പിന്നെ ചക്ക ഇതുപോലെ വേവിച്ചത് പുട്ടിൽ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ ചക്കട ഉണ്ടാക്കാനും നല്ലതാണ്. ഇതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിക്കാം. നെയ്യ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ഒഴിക്കാം കേട്ടോ. ഞാനിതിൽ ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇളക്കാൻ ബുദ്ധിമുട്ട് വരുമ്പോൾ അപ്പോൾ കുറച്ച് നെയ്യ് ഒഴിക്കും, അപ്പോൾ ഇളക്കാൻ നല്ല സുഖമായിരിക്കും. നെയ്യ് നമ്മുടെ ഇഷ്ടത്തിന് ഒഴിച്ചു കൊടുക്കട്ടെ. നെയ്യ് ഒഴിക്കുന്നതിന് കണക്കൊന്നുമില്ല. നെയ്യ് കൂടുതലുണ്ടെങ്കിൽ ടേസ്റ്റ് കൂടും, കുറവൊഴിച്ചാലും ഇത് വരട്ടിയെടുക്കാൻ പറ്റും. പിന്നെ ഇതിൽ ചിലർ ചുക്കും പൊടിയും ഏലക്കായൊക്കെ ഇടാറുണ്ട്, അത് താല്പര്യമുള്ളവർക്ക് ഇടാം. അതുപോലെ ഇതിൽ അണ്ടിപ്പരിപ്പ് നെയ്യിൽ വറുത്തിടാം, അതല്ലെങ്കിൽ നാളികേരക്കൊത്ത് നെയ്യിൽ വറുത്തിടാം. അതൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഞാനിപ്പോൾ ഇതിൽ ഈ പറഞ്ഞ സാധനങ്ങളൊന്നും ഇടുന്നില്ല, വെറുതെ വരട്ടിയെടുക്കണുള്ളൂ. ഇനി തീ കുറച്ചിട്ട് വേവിച്ചാൽ മതി, അല്ലെങ്കിൽ നമ്മൾ കൈവിടാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. തീ കുറച്ചിട്ട് വേവിക്കാവുമ്പോൾ നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇളക്കി കഴിയുമ്പോൾ ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് കൊടുക്കണം. എപ്പോൾ ഇളക്കുമ്പോഴും ഇതുപോലെ പരത്തിയിടണം, അപ്പോൾ വേഗം വലിഞ്ഞ് കിട്ടും. ഇതിൽ നിന്ന് കുറച്ച് ഞാൻ പകർത്തി വെക്കുന്നുണ്ട്, ചക്കപ്പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ചക്കപ്പായസം നല്ല ടേസ്റ്റാണ്. ചക്ക വേവിച്ചത് ഈ പാകം മതി എന്നുള്ളവർക്ക് ഈ പാത്രത്തിലെടുത്ത് വെക്കാം കേട്ടോ. ചക്ക വരട്ടിയത് പാകമായി തുടങ്ങുമ്പോൾ ഇളക്കാൻ നല്ല എളുപ്പമായിരിക്കും. ഉരുളിയിൽ നിന്നൊക്കെ വേഗം വിട്ടുപോരും, പിന്നെ നെയ്യ് ഒഴിക്കേണ്ട ആവശ്യം വരില്ല. ഇപ്പം നെയ്യൊക്കെ തിരിഞ്ഞു വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇളക്കാൻ നല്ല സുഖമായിരിക്കും. ഇനി ഇടയ്ക്കിടയ്ക്ക് മറിച്ചിട്ടാൽ മതി. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് മറിച്ചിട്ട് കൊടുക്കുക.
ഇങ്ങനെ മറിച്ചിട്ട് കുറച്ച് സമയം കൂടി വേവിക്കണം. നല്ലോണം മുറുകണം, എന്നാലേ ഇത് കേടുകൂടാണ്ടിരിക്കുള്ളൂ. നല്ലപോലെ മുറുകിയാലേ അലുവ മുറിച്ചെടുക്കണ പോലെ ഇത് മുറിച്ചെടുക്കുകയും ചെയ്യാം. ഇപ്പോൾ ഇത് നല്ലപോലെ ആയിട്ടുണ്ട്. ചക്കവരട്ടീന് നല്ലൊരു തിളക്കൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂട്ടോടെ തന്നെ പാത്രത്തിലേക്ക് പകർത്തി വയ്ക്കാം. പകർത്തണ പാത്രത്തിൽ നനവൊന്നും ഉണ്ടാവരുത്. നനവുണ്ടെങ്കിൽ വേഗം കേടുവരും. പിന്നെ പകർത്തണ പാത്രത്തിൽ നെയ്യ് വരട്ടണമെന്നൊന്നുമില്ല കേട്ടോ. ഇതിൽ നല്ലോണം നെയ്യുള്ള കാരണം പാത്രത്തിൽ പിടിക്കുകയൊന്നുമില്ല, വേഗം വിട്ടുപോരും. പാത്രത്തിൽ നല്ലപോലെ അമർത്തിയിടണം. ഇനി ഒരു സ്പൂൺ എടുത്ത് നല്ലോണം അമർത്തി പരത്തി കൊടുക്കാം. ഒരു കിണ്ണത്തിലേക്ക് ഇട്ടിട്ട് അതിൽ പരത്തിയാലും മതി. ഞാനിത് ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയ പാത്രം എടുത്തു എന്നുള്ളൂ. ഇപ്പോൾ നമ്മുടെ ചക്ക വരട്ടിയത് റെഡിയായി. ഇനി ചൂടാറുമ്പോൾ അത് മുറിച്ച് ഉപയോഗിക്കാം. ഒരു ടിപ്പ് പറയാം. ചക്ക മുറിക്കുമ്പോൾ കത്തിയിൽ ചക്ക മുളഞ്ഞിനാവില്ലേ, അപ്പോൾ അതെങ്ങനെ കളയാന്നുള്ളതാണ് കാണിക്കുന്നത്. കത്തിയും പിടിച്ചിട്ടുള്ള മുളഞ്ഞിനൊന്ന് ഉണങ്ങി കഴിയുമ്പോൾ വേറൊരു കത്തി എടുത്തിട്ട് ചുരണ്ടി കളഞ്ഞാൽ മതി. ഇതുപോലെയും കളയാൻ വേറൊരു രീതിയും കൂടി കാണിച്ചു തരാം. കത്തിയുടെ ഒരു ഭാഗം ഇങ്ങനെ കളഞ്ഞു, ഇനി മറ്റേ ഭാഗം കളയിന് കാണിച്ചു തരാം. കത്തി നല്ലപോലെ ചൂടാക്കണം. അതിനുശേഷം ന്യൂസ് പേപ്പർ ഇട്ട് അത് തുടച്ച് കളയാം. ന്യൂസ് പേപ്പർ ഇത്തിരി കട്ടിയിൽ പിടിക്കണം, അല്ലെങ്കിൽ കൈ പൊള്ളും. ഇങ്ങനെ ചെയ്യുമ്പോൾ കത്തിയുടെ മൂർച്ച കുറയുന്നതാണ് കേട്ടിട്ടുള്ളത്. പക്ഷേ കത്തി നല്ല ക്ലീനാവും. കത്തിമ പിടിച്ചുള്ള കറിയെല്ലാം പോവും, കത്തി തിളങ്ങും.